Buongiorno tutti, benvenuti e bentornati. ഇന്നത്തെ ക്ലാസ്സിൽ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറ്റാലിയൻ ലാംഗ്വേജിൽ തന്നെയാണ്. നേറ്റീവ് പീപ്പിൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ ഇതിലൂടെ വിലയിരുത്തണം. ഇൻ കേസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം കേട്ട് നോക്കുക. അതിനുശേഷം മാത്രം ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ആ എക്സ്പ്ലനേഷൻ കേട്ടാൽ മതിയാകും. ഞാൻ വേർഡ് ബൈ വേർഡ് ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ നിങ്ങൾ നേറ്റീവ് പീപ്പിൾ സംസാരിക്കുന്നത് എന്തുമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുകൂടി ഒന്ന് വിലയിരുത്തണം. ഓക്കെ, siete pronti? Ecco, ti presento la macchina del gelato da casa. È una macchina molto semplice, lei fa freddo e fa girare il contenuto che bisogna preparare prima. Noi stiamo facendo del gelato alla frutta. Puoi scegliere la frutta che vuoi, banana, qualunque frutta. Noi l'abbiamo fatto alla banana prima e ci abbiamo messo un goccio di limone, poi si mette il latte, la panna, quella da montare, lo zucchero. Si scioglie tutto assieme e poi si mette semplicemente dentro questo contenitore. La macchina deve essere stata accesa prima perché così le pareti si raffreddano. Poi quando hai messo il liquido preparato la copri e accendi. Vedi, ci sono 2 interruttori, uno solo per il freddo iniziale e l'altro la pala che è quello che la fa girare. Stabilisci un tempo, ma non ci vogliono tanti minuti, magari a seconda della quantità, 10-15 minuti al massimo, e viene fuori il gelato artigianale fatto in casa, buonissimo. Ecco, ti presento la macchina del gelato da casa. ഹോം മെയ്ഡ് ഐസ്ക്രീം മെഷീൻ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. എക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹിയർ, ഇതാ, തീ, നിനക്ക്, പ്രസൻറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു. ല മാക്കിന ദൽ ജലാത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം മെഷീൻ. ജലാത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം ഐസ്ക്രീം. ദ കാസ, ഇൻ ദിസ് കേസ് കാസ എന്ന വാക്കിനർത്ഥം വരുന്നത് ഹോം മെയ്ഡ്. ഓക്കെ, ഊന മാക്കിന മോൾട്ടോ സെംപ്ലിച്ചെ, എ വെരി സിമ്പിൾ മെഷീൻ. ഊന മാക്കിന എ മെഷീൻ. മോൾട്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം വെരി, സെംപ്ലിച്ചെ സിമ്പിൾ. Lei fa freddo e fa girare il contenuto che bisogna preparare prima. ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് എന്നുള്ള അർത്ഥത്താണ്. അപ്പോൾ ഇറ്റ് കൂൾസ്, അത് തണുപ്പിക്കുന്നു. ഫ്രേദോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പിക്കുന്നു. എഫ ജിരാരെ, ജരാന്ന് സ്റ്റീർ എന്ന ഇളക്കുന്നു എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ കറക്കുന്നു. ഇൽ കൊന്തുനൂത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്, അതെന്ത് ചെയ്യുന്നു, ബിസഞ്ഞ പ്രിപ്പറാരെ പ്രീമ എന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതെന്ത് ചെയ്തു, തണുപ്പിക്കുകയും അതുപോലെ തന്നെ അതിനെ ഇളക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Noi stiamo facendo del gelato alla frutta. പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഐസ്ക്രീമാണ് ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. Noi stiamo, we are, facendo, ഉണ്ടാക്കുക, ജലാത്തോ ഐസ്ക്രീം, അല്ല ഫ്രൂത്ത ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട്സ് ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. Puoi scegliere le frutta che vuoi, banana, qualunque frutta. അതിനുശേഷം നിനക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാം. ബനാനയോ അല്ലെങ്കിൽ കൊലുങ്ക, ഏത് ഫ്രൂട്ട്സ് നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുക. ഷെയർലരെ തിരഞ്ഞെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വോയ് എന്ന വേർഡ് സെക്കൻഡ് പേഴ്സൺ സിംഗുലറാണ്. വൊളേരെ എന്ന വെർബിൽ നിന്നാണ് വരുന്നത്. അതിന് പല മീനിങ്സ് ഉണ്ട്. ബട്ട് ഇൻ ദിസ് കേസ് വോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളത്, ആഗ്രഹമുള്ളത് എന്നൊക്കെ അർത്ഥമാണ് വരുന്നത്. നിനക്ക് താല്പര്യമുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാം എന്ന് പറയാനാണ് വോയ് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. Noi abbiamo fatto quella alla banana prima e ci abbiamo messo una goccia di limone. ആദ്യം ഞങ്ങൾ ബനാന ഐസ്ക്രീമാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഞങ്ങൾ അതിലേക്ക് ഒരു ഡ്രോപ്പ് ലെമണും കൂടി ഒഴിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നോയ് അബ്യം ഫാത്തു കൊല്ലല്ല ബനാന പ്രീമ. ആദ്യം, പ്രീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യം ഞങ്ങൾ എന്തുണ്ടാക്കി, ബനാന ഐസ്ക്രീം ഉണ്ടാക്കി. ഊന ഗോച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ്, ദി ലെമോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെമൺ. അപ്പോൾ ഒരു ഡ്രോപ്പ് ലെമണും കൂടി ഒഴിച്ചു. പോയി സിമെറ്റെ ഇല്ലാത്തെ ല പാന്ന കൊല്ലത മൊന്താരെ എലോ സുക്കറോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് മിൽക്ക്, വിപ്പിംഗ് ക്രീം, ഷുഗർ എന്നിവ ആഡ് ചെയ്യണം. പോയിസി മെത്തില്ലാത്തെ, ലാത്തെ മിൽക്ക് ആഡ് ചെയ്യുക. ല പാന്ന കൊല്ലത മൊന്താരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിനെയാണ് പാന്ന കൊല്ലത മൊന്താരെ എന്ന് പറയുന്നത്. ലൊ സുക്കറോ ഷുഗർ.
Si scioglie tutto insieme e poi si mette semplicemente dentro questo contenitore. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് മെൽറ്റാകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് സിമ്പിളായിട്ട് വെച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. scioglie melt insieme together dentro inside contenitore container. La macchina deve essere stata accesa prima perché così le pareti si raffreddano. ഐസ്ക്രീം മെഷീൻ നമ്മൾ നേരത്തെ ഓൺ ചെയ്ത് വച്ചിരിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ വോൾസ് തണുക്കുകയുള്ളൂ എന്നതാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലമാക്കിന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മെഷീൻ, അച്ചേസ ഓൺ, പ്രീമ ബിഫോർ, പെർക്കെ സോ പരേത്തി വോൾസ്, റഫ്രെദനോ കൂൾസ്. Poi, quando hai messo il liquido preparato, lo copri e lo accendi. നമ്മൾ പ്രിപ്പയർ ചെയ്ത ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ഓൺ ചെയ്യാം എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ലിക്വിഡോ ലിക്വിഡ്, പ്രിപ്പറാത്തോ ടു പ്രിപ്പയർ, കോപ്രി ടു കവർ, അച്ചെന്തി ഓൺ ചെയ്യുക. Ci sono due interruttori, uno serve solo per il freddo iniziale. രണ്ട് സ്വിച്ച് ഉണ്ട്, അതിൽ ഒരെണ്ണം ഇനിഷ്യൽ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിസോനോ ദർ ആർ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ദൂവെ ടു, ഇൻ്ററത്തോറി സ്വിച്ചസ്, ഊനോ സെർവെ ഒരെണ്ണം ഉപയോഗിക്കുന്നത്, സോളോ ഓൺലി എന്നുള്ള അർത്ഥമാണ്. പെറിൽ ഫ്രേദു ഇനിഷ്യാലെ, ഫ്രേദു ഇനിഷ്യാലെ എന്നാണ് ഇനിഷ്യൽ കൂളിംഗ്. L'altro la pala, quello che fa girare e stabilisci un tempo. നെക്സ്റ്റ് സ്വിച്ചാണ് മെഷീൻ റൺ ചെയ്യിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ stabilisci un tempo എന്ന് പറഞ്ഞെങ്കിൽ ഒരു ടൈമർ കൂടി സെറ്റ് ചെയ്യുന്നു. stabilisci un tempo ടൈമർ സെറ്റ് ചെയ്യുന്നു. Ma non ci vogliono tanti minuti a seconda della quantità. ഒത്തിരി സമയം വേണ്ട, നമ്മൾ എന്തുമാത്രം ക്വാണ്ടിറ്റി സാധനം അതിലിടുന്നു അതിനെ ആശ്രയിച്ചുള്ള സമയം മാത്രം മതിയാകും. secondo della quantità എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള സമയം. 10 o 15 minuti al massimo, 10 or 15 minutes മാക്സിമം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് 10 o 15 minuti al massimo എന്ന് പറയുന്നത്. 10 10 minutes, 15 15. Viene fuori il gelato artigianale fatto in casa. ഹോം മെയ്ഡ് ഐസ്ക്രീം നമുക്ക് ഇങ്ങനെ റെഡിയാക്കാം. ബൊനീസിമോ ഡെലിഷ്യസ്.